വെറും 20,000 രൂപ താഴെ ഉണ്ടെങ്കിലേ നിങ്ങളുടെ വീട്ടിലെ ഇൻവെർട്ടറും സോളാർ ഇൻവെർട്ടർ ആക്കാം. അത് കണക്ട് ചെയ്യണം എങ്ങനെയാണെന്ന് കണ്ടാലാ. നമ്മുടെ വീട്ടിലെ സാധാരണ ഇൻവെർട്ടറിൽ ഇങ്ങനെ ഒരു നെഗറ്റീവ് ഉണ്ടാവും, ഇവിടെ ഒരു പോസിറ്റീവും നമ്മുടെ ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ടാവും. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതേ രീതിയിലുള്ള ഒരു പോസിറ്റീവും നെഗറ്റീവും 2 വയറുകൾ നമുക്ക് അത്യാവശ്യമുണ്ട്. അതായത് ഇത് ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്തിട്ട് നമുക്ക് നമ്മളുടെ MPPT കണക്ട് ചെയ്യാനായിട്ടുള്ള ഒരു വയറാണ്. ആദ്യം തന്നെ ബാറ്ററിയുടെ ഈ ഒരു സ്പാനർ ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ഒരു നെറ്റ് അയച്ച് മാറ്റാം. കണ്ട, നെഗറ്റീവിൻ്റെ കൂടെ തന്നെ ഒരു നെഗറ്റീവിൻ്റെ വയർ സെപ്പറേറ്റ് ആയിട്ട് ഇപ്പോൾ നമ്മൾ ഇതിനകത്ത് കണക്ട് ചെയ്ത് കഴിഞ്ഞു. ഈ പോസിറ്റീവ് കണക്ട് ചെയ്യാം. കണ്ട, ഇപ്പോൾ നോക്കിയതേ ഈ പോസിറ്റീവിൻ്റെ കൂടെ നമ്മൾ വേറൊരു പോസിറ്റീവ് ലൈനും കണക്ട് ചെയ്തു. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ നമുക്കൊരു പോസിറ്റീവ് ലൈനുണ്ട്, ഒരു നെഗറ്റീവ് ലൈനുണ്ട്. ഇത് നമുക്ക് നേരെ നമ്മുടെ MPPT കണക്ട് ചെയ്യാം. ഇതേ രൂപത്തിലാണ് നമ്മളുടെ സോളാർ ചാർജ് കൺട്രോളർ അഥവാ MPPT വന്നത്. MPPT ഇത് പോസിറ്റീവ് ടെർമിനലാണ് ബാറ്ററിയുടെ, ഇത് നെഗറ്റീവ്. പോസിറ്റീവിലേക്ക് പോസിറ്റീവും കൊടുക്കുക, നെഗറ്റീവിലേക്ക് നെഗറ്റീവും കൊടുക്കുക. ഇവിടെ നോക്കുകയാണെങ്കിൽ സോളാർ നെഗറ്റീവ് ചെയ്തിട്ടുണ്ട്, അതുപോലെ സോളാർ പോസിറ്റീവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വാങ്ങിച്ചേക്കണ പാനൽ ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 1224 നമുക്ക് 800 വാട്ട്സ് വരെ സോളാർ പാനൽ കണക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ വാങ്ങിച്ചേക്കണ പാനൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 590 വാട്ട്സിൻ്റെ പാനലാണ്. പോസിറ്റീവ് പോസിറ്റീവും കൊടുക്കുക, നെഗറ്റീവ് നെഗറ്റീവും കൊടുക്കുക. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ സോളാർ പാനലിലെ പോസിറ്റീവും കൊടുത്തിട്ടുണ്ട്, അതുപോലെ സോളാർ പാനലിലെ നെഗറ്റീവും കൊടുത്തു കഴിഞ്ഞ്. ഇനി നമുക്ക് അറിയാനുള്ളത് ഈ ഇൻവെർട്ടറിൻ്റെ ഗ്രിഡ് ഇൻ ഗ്രിഡ് ഔട്ട് എന്നുള്ള കണക്ഷനാണ്. അത് കൊടുക്കണം എങ്ങനെയെന്ന് നോക്കാം. ഏതൊരു ഇൻവെർട്ടറിനായാലും ഫേസ്, ന്യൂട്രൽ, ഔട്ട്പുട്ട് ഇത്രയും സംഭവങ്ങളാണ് ഉണ്ടാവുള്ളൂ. ഇതിൽ ന്യൂട്രലും ഔട്ട്പുട്ടിലും നമ്മത്തോടെ ഒന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് ഊരെടുക്കുക ഒന്നും ചെയ്യരുത്. ആകെ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫേസ് ലൈനെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്യുക. അപ്പോൾ ഇൻവെർട്ടറിൻ്റെ അതുണ്ടാ ഫേസ് ഇന്ന് എഴുതിയേക്കണ ഈ വയറ് ഞാൻ ഇവിടെ വെച്ചിട്ട് അങ്ങോട്ട് കട്ട് ചെയ്യണം. കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് 2 ഭാഗം കിട്ടി. അതായത് ഒരെണ്ണം ഇൻവെർട്ടറിമേ ഇരിപ്പുണ്ട്, ഒരെണ്ണം നമ്മളുടെ കയ്യിലുണ്ട്. ഇതിൽ ഗ്രിഡ് എന്നുള്ളതിലേക്ക് കൊടുക്കാം. ഈ ഒരു സംഭവം, അതായത് ഇതിനകത്ത് കറണ്ട് ഉണ്ടാവണ ഒരു സംഭവമാണ്, ഫേസ് ഇന്നാണത്. ഇപ്പോൾ ഗ്രിഡ് എന്നുള്ളതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത ആ ഫസ്റ്റത്തെ വയർ കൊടുത്ത് അടുത്തത് ഇൻവെർട്ടറിമേലുള്ള ആ ഒരു ചെറിയ പീസ് ഫേസ് ഔട്ട് എന്നുള്ളതിലേക്ക് കൊടുക്കുക. ഇത്രേ നിങ്ങൾക്ക് ചെയ്യേണ്ടുള്ളൂ. നിങ്ങളുടെ വീട്ടിലുള്ള സാധാരണ ഇൻവെർട്ടർ സോളാർ ഇൻവെർട്ടർ ആക്കി മാറ്റാനായിട്ട് സാധിക്കും. ഈ ഒരു MPPTയുടെ ഇവിടത്തുള്ള റിലേ എന്നുള്ളൊരു സ്വിച്ചും ഈ സ്വിച്ചും ഓൺ ഓഫ് സ്വിച്ചും ഓൺ ആക്കിയിടാം. പിന്നെ നമ്മളുടെ വീട്ടിലുള്ള ഈ ഒരു MPPT സോളാർ ആക്കിക്കോളും. നമ്മളുടെ ഇൻവെർട്ടറിൻ്റെ പഴയ ഇൻവെർട്ടർ സോളാർ ആക്കി. MPPT വാങ്ങാനും കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി.